നമസ്കാരം. പ്രതിച്ഛായ ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ. നിവിൻ പോളിയാണ് നായകൻ. ഗോകുലം ഗോപാലും ബി ഉണ്ണികൃഷ്ണനും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു റിവെഞ്ച് ഡ്രാമയാണ് ചിത്രം. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വേണമെങ്കിലും പറയാം. കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ള ചില റിയൽ ഇൻസിഡൻസും ഒക്കെ ആയിട്ട് കുറെ സിമിലാരിറ്റി സിനിമയിലെ ചില സംഭവങ്ങൾക്കുണ്ട്. വളരെ ഡീറ്റെയിൽ ആയൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ചില സിമിലാരിറ്റി നമുക്ക് തോന്നും. പ്രത്യേകിച്ചും ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്ന് ബാലചന്ദ്രമേനോന്റെ മുഖ്യമന്ത്രി കഥാപാത്രമായ വർഗീസ് ആണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിന്റെ രാഷ്ട്രീയ ജീവിതമായിട്ടൊക്കെ ഒരു സിമിലാരിറ്റി തോന്നുന്ന രീതിയിലാണ് ഈ കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനായി നിവിൻ പോളി എത്തുന്നു. കഥാപാത്രത്തിന്റെ പേര് ജോൺ വർഗീസ് എന്നാണ്. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന സോളാർ കേസും അതിന്റെ ആരോപണങ്ങളും പരിപാടികളും ഒക്കെയാണ് സിനിമയുടെ ആദ്യ പകുതിയിൽ വരുന്നത്. അതേ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നുവെങ്കിൽ പോലും ഒരു തികഞ്ഞ രാഷ്ട്രീയ ചിത്രം എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു റിവെഞ്ച് ഡ്രാമയാണ്. അതൊരു പേഴ്സണൽ റിവെഞ്ച് സ്റ്റോറി ആയിട്ട് തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ടെക്നിക്കലി ഒന്നും സിനിമ വലിയ കുഴപ്പങ്ങളില്ല. എങ്കിൽ പോലും മൊത്തത്തിൽ ഒരു ശരാശരി അനുഭവം മാത്രമാണ് ചിത്രം നൽകുന്നത്. ബാലചന്ദ്രമേനോന്റെ ഗംഭീര പെർഫോമൻസ് സിനിമയിലുണ്ട്. പ്രത്യേകിച്ചും സിനിമയുടെ ഇന്റർവെല്ലിന് തൊട്ടു മുൻപുള്ള 30 മിനിറ്റ്സ് മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഏറ്റവും മികച്ച ഏരിയയും അത് തന്നെയാണ്. സിനിമയുടെ തുടക്കം മുതലുള്ള ആദ്യത്തെ 45 മിനിറ്റ് തീർത്തും ശരാശരിയായിരുന്നു. പ്രത്യേകിച്ചും നിവിൻ പോളിയുടെ കഥാപാത്രത്തിന്റെ ഇൻട്രോയും പരിപാടികളും ഒക്കെ തീർത്തും ആവറേജ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. അതിനുശേഷം ബാലചന്ദ്രമേനോന്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സംഭവങ്ങളും ബാലചന്ദ്രമേനോനും നിവിൻ പോളിയുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ നന്നായി വന്നിരുന്നു. എന്നാൽ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് സെക്കൻഡ് ഹാഫ് വന്നില്ല. സെക്കൻഡ് ഹാഫ് തീർത്തും വളരെ ക്ലീഷേ ആയിട്ടുള്ള പരിപാടികളൊക്കെയായി മുന്നോട്ട് പോയി. വളരെയധികം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനും പരിപാടികളും ഒക്കെയാണ്. മെയിൻലി ഈ സിനിമയിൽ പൊളിറ്റിക്സ് ഒരു സൈഡിൽ മീഡിയയുമാണ്. മീഡിയ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതെന്നും സ്വാധീനിക്കുന്നതൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഷറഫുദ്ദീനാണ് നെഗറ്റീവ് റോളിൽ എത്തിയിരിക്കുന്നത്. ഹരിശ്രീ അശോകനും സായി കുമാറും മണിയമ്പിള്ള രാജും ഒക്കെ നല്ല വേഷങ്ങളിലുണ്ട്. ഇവർ 3 പേരും സാമാന്യം നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാപ്പിംഗ് മൊമെന്റ് പോലും ഇല്ലാത്ത, ഒരു ഹൈ മൊമെന്റ്സ് പോലും ഇല്ലാത്ത ഒരു ത്രില്ലർ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ബാലചന്ദ്രമേനോന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാര്യമായി ആശ്വാസമായിട്ടുള്ളത്. ഇതിന്റെ സ്കോറും മ്യൂസിക്കും ഒക്കെ ജസ്റ്റിൻ വർഗീസ് ആണ് ചെയ്തിട്ടുള്ളത്. ശരാശരി മാത്രമാണ് ഇതിലെ സ്കോർ ആണെങ്കിലും പാട്ടാണെങ്കിലും വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും തലവ എന്നൊക്കെയുള്ള ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഭയങ്കര അലോസരം ഫീലാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് ടു എൻഡ് ഈ പറഞ്ഞൊരു 30 മിനിറ്റ്സ് ഒഴികെ സിനിമ തീർത്തും ബിലോ ആവറേജ് അറ്റംപ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ബി ഉണ്ണികൃഷ്ണൻ പൊതുവെ അറിയില്ല, അദ്ദേഹത്തിന് നല്ല റൈറ്റിംഗ് ആയിരിക്കും, നല്ല ഡയലോഗുകളൊക്കെ ഉണ്ടാവും, നല്ല സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് മേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും പുള്ളി ഒരു ഓൾഡ് സ്കൂൾ പരിപാടിയിലേക്ക് പോകും. ഇവിടെ അത് തന്നെയാണ്. സിനിമയുടെ കുറെ ഭാഗങ്ങളൊക്കെ നമ്മൾ പണ്ടെങ്ങോ കണ്ടു മറന്നിട്ടുള്ള ഒരു സിനിമകളിലെ പോലെയൊക്കെ നമുക്ക് തോന്നും. ആ ഒരു രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒട്ടും അപ്ഡേറ്റ് ആവാത്ത പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. ഈ സിനിമയ്ക്കകത്തും പുള്ളിയുടെ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ ഉണ്ട്. അതായത് പല സ്ഥലങ്ങളിലുള്ള പല ഇൻസിഡന്റുകൾ കാണിക്കുക, പ്രത്യേകിച്ചും വില്ലൻ ക്യാരക്ടറിന്റെ ഒരു വേറൊരു ഷെയ്ഡ്, അത് ഹീറോയ്ക്ക് വേറൊരു ഇമേജ്, ഇങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു നിർവികാര ഫീലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിവിൻ പോളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ക്യാരക്ടറിനോട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റുന്നറിയില്ല. ചില സീനുകളിലൊക്കെ പുള്ളി നന്നായി വന്നിട്ടുണ്ട്. എന്നാൽ ചിലയിടത്തൊക്കെ പുള്ളി ഭയങ്കര അലസമായി അഭിനയിച്ചൊരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ സർവ്വമായാലൊക്കെ കണ്ടിട്ടുള്ള പുള്ളിയുടെ ഒരു വൈബ് പരിപാടി ഒന്നും ഇതിനകത്തിൽ അങ്ങനെ ഒരു എനർജി പുള്ളിക്ക് ഇല്ല ഇതിനകത്ത്. ചില സീനുകളിലൊക്കെ പുള്ളി ഭംഗിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും പുള്ളി മോശമായി തോന്നിയത് ആദ്യത്തെ ഒരു 40-45 മിനിറ്റ്സിൽ വരുന്ന കുറെ സീനുകളിലാണ്. അത് ഇൻട്രോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ സീനുകളിൽ പുള്ളി അങ്ങനെ ഡൗൺ ആയിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. സിനിമയുടെ നക്ഷൽ എന്ന് പറയുന്നത് തന്നെ ബാലചന്ദ്രമേനോന്റെ ക്യാരക്ടറും പുള്ളിയുടെ ഒരു പെർഫോമൻസുമാണ്. പുള്ളി വരുന്ന സീനുകളിലും പുള്ളിയുടെ പെർഫോമൻസും ഒക്കെ ഭയങ്കര നൈസ് ആയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പുള്ളി ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നതെന്ന് തോന്നുന്നു. അത് പുള്ളി ഭംഗിയായി തന്നെ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവായിട്ടാണ് ഇതിനകത്ത് സായി കുമാർ വരുന്നത്. കഥയിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും പുള്ളിയുടെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രതിച്ഛായ നൽകിയത്.